പല താരങ്ങൾക്കും നേടാൻ പറ്റാത്തൊരു കാര്യം ഈ വാഴയിൽ നിങ്ങൾ നേടിയിട്ടുണ്ട്. അതായത് റിലീസിന് മുന്നേ ഒരു കളക്ഷൻ കിട്ടി. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രേക്ഷകരുടെ എന്താണ് പ്രതീക്ഷയാണ് ആ 1 crore എന്ന് പറയുന്നത്. അത് ഇന്ന് എന്താണ് ആ സന്തോഷം അറിയിക്കുകയും ചെയ്ത് നേരിട്ടിട്ട്. അപ്പൊ ഭയങ്കര കാര്യമായിട്ട് തോന്നില്ല റിലീസിന് മുന്നേ. താങ്ക് യു സന്തോഷം. ഓ ഹാപ്പിയാണ്. താങ്ക് യു. നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഒരുപാട് പേര് വിളിച്ചു, ഒരുപാട് ഫ്രണ്ട്സ് വിളിച്ചു. അങ്ങോട്ടേക്കാം തള്ളത്തേക്ക് എല്ലാവരും തള്ളത്തേക്ക്. സന്തോഷം. നിങ്ങൾ കണ്ടില്ലേ തിയേറ്ററിൽ നമ്മളെ സന്തോഷം. അതെ ഇമോഷണലാണ്. അങ്ങനെ ചിരിപ്പിക്കുക മാത്രമല്ല എല്ലാരും കരിപ്പിച്ച്. അതെ എല്ലാവരും അങ്ങനെ പറയുന്നത്. നമുക്ക് നല്ല പ്രോപ്പർ വ്യൂ ആയിട്ടൊക്കെ സവൻ ചേട്ടാ, അപ്പൊ എന്താണ് ഈ സമയത്ത് പറയാനുള്ളത്? ഒത്തിരി സന്തോഷമുണ്ട്. അതേ ഉള്ളൂ. ഇപ്പം അതിനകത്തുള്ള ആൾക്കാരെന്നൊക്കെ പറയുമ്പോഴത്തേക്കും എല്ലാവരും കോമഡികൾ ഒരുപാട് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണ്. പക്ഷെ ഇതിനകത്തോട്ട് വന്നപ്പോഴത്തേക്ക് അവർക്ക് എല്ലാ ഇമോഷൻസും എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു അവസരമായിരുന്നു. അതെ. അപ്പൊ അതിന് കാരണം എന്തായിരുന്നു? ഇങ്ങനെ ഇവരെ കൊണ്ട് ഇത് ചെയ്യിക്കണമെന്ന് തോന്നിയൊരു കാരണം എന്തായിരുന്നു? അത് കഥ വന്നത് അങ്ങനെയായിരുന്നു. ഇവര് പിന്നെ നന്നായിട്ട് ചെയ്യുമായിരുന്നു, നമുക്ക് ഉറപ്പുണ്ടായിരുന്നു. ഹാഷിറപ്പ എന്താണ് പറയാനുള്ളത് നിങ്ങൾക്കൊക്കെ? ഒരുപാട് സന്തോഷം. നമ്മളെ പടം ഇറങ്ങി ഇപ്പം നല്ല അഭിപ്രായങ്ങൾ വരുന്നു. ഈ ലെവലിൽ എൻട്രി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ? ഇങ്ങനത്തെ ഒരു എൻട്രി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ല ഒരിക്കലും. കാരണം പൊതുവെ സോഷ്യൽ മീഡിയ താരങ്ങളെ കൊണ്ടുപോയിട്ട് എല്ലാവരും കൂടുതലും കോമഡിക്കാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്. പക്ഷേ ഇതിനകത്തോട്ട് വരുന്ന സമയത്ത് ഒരുപാട് സ്കിൽഡ് ആയിട്ടുള്ള ആക്ടേഴ്സിനെ വെച്ച് ചെയ്യിക്കുന്ന ഓരോ കാര്യങ്ങളാണ് ഇതിനകത്ത് നിങ്ങളെ കൊണ്ട് അത്രയും പീക്കായിട്ട് ചെയ്യിച്ചിട്ടുള്ളത്. അപ്പോൾ അത് എത്രത്തോളം ഹാപ്പിനെസ് ഉണ്ട് അതിനകത്ത്? അതായത് നമ്മൾ ആ വിശ്വാസം അർപ്പിച്ചതിന് സവിൻ സാറോടും വിപിൻ ചേട്ടൻ്റെ അടുത്ത് എല്ലായിടത്തും, ഈ വാഴയിലെ ടീമിൽ എല്ലായിടത്തും നന്ദി പറയണം. അതായത് നമ്മളെ കൊണ്ട് അങ്ങനെ ചെയ്യിക്കാൻ പറ്റുമെന്ന ആ വിശ്വാസം കൊണ്ട് അവരോട് നന്ദി പറയുന്നു. വാഴ 2 ടീമിന്. അലൻ എന്താണ് പറയാനുള്ളത്? സന്തോഷം. നിങ്ങളെ പോലെ തന്നെ നമ്മളും ഹാപ്പിയാണ്. പിന്നെ താങ്ക്സ് ടു സവിൻ സാർ, വിപിൻ ചേട്ടൻ, പിന്നെ മൊത്തം ക്രൂ. നമ്മളുടെ ഇവരൊക്കെയാണ് ഇതിന്റെ മെയിൻ ആൾക്കാർ. ബ്രോ ഇവരാണ് ഇതിന്റെ ലൈഫ് ലൈലുവിനൊന്ന് ജസ്റ്റ് ഡിഒപിയാണ് കേട്ടോ. ഇവരൊക്കെയാണ് ഇതിന്റെ റിയൽ ഹീറോസ്. എല്ലാരെയും അറിയട്ടെ, എല്ലാവരും അറിയട്ടെ. ഈ പല താരങ്ങൾക്കും നേടാൻ പറ്റാത്തൊരു കാര്യം ഈ വാഴയിൽ നിങ്ങൾ നേടിയിട്ടുണ്ട്. അതായത് റിലീസിന് മുന്നേ ഒരു കളക്ഷൻ കിട്ടി. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രേക്ഷകരുടെ എന്താണ് പ്രതീക്ഷയാണ് ആ 1 crore എന്ന് പറയുന്നത്. അത് ഇന്ന് എന്താണ് ആ സന്തോഷം അറിയിക്കുകയും ചെയ്ത് നേരിട്ടിട്ട്. അപ്പൊ ഭയങ്കര കാര്യമായിട്ട് തോന്നില്ല റിലീസിന് മുന്നേ ഒരു താരങ്ങൾക്കും പല താരങ്ങൾക്കും നേടാൻ? തീർച്ചയായിട്ടും. കാര്യം നമുക്ക് വേണ്ടി അത്രയും കാത്തിരിക്കുന്നു, നമ്മളെ അത്ര ഇഷ്ടപ്പെടുന്നു, നമ്മളൊരു സിനിമ വരുമ്പോൾ ഇത്രയും പിന്തുണ തരുന്നു. അതൊക്കെ ഒരുപാട് സന്തോഷം തരുന്ന കാര്യമാണ് ബ്രോ. കാര്യം അവരത്രയും സ്നേഹിക്കുന്നതിൽ ഇതിപ്പരം വേറെ എന്ത് വേണം അല്ലേ? വാഴ 1 അഭിനയിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ 4 പേരും. അപ്പൊ അഭിനയിക്കുമ്പോൾ തന്നെ ഇതേപോലെ ഒരു നെക്സ്റ്റ് പാർട്ട് ഉണ്ടെന്ന് അന്നേരം ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു? അല്ലെങ്കിൽ എപ്പോഴാണ് വാഴ 3യെ പറ്റി അറിയുന്നത്? വാഴ 3യോ? അല്ല, വാഴ 2വിനെ പറ്റി. വാഴ 1ന് ശേഷമാണ് അത് പറഞ്ഞത്. വാഴ 2വിനെ പറ്റി ഇങ്ങനെ ഉണ്ട്. അല്ല, അതിന് മുന്നേ പ്ലാൻ ഇല്ലായിരുന്നു ഇപ്പോൾ. അതെ. അജിൻ എന്തെങ്കിലും സംസാരിച്ചോ? അജിൻ അതിലിപ്പോ ട്രെയിലർ നോക്കണം. അതിന്റെ സ്പേസ് ട്രെയിലറിനകത്ത് ഭയങ്കര കുറവായിരുന്നു. പക്ഷെ ഇതിനകത്ത് വന്ന സമയത്ത്
അജിന് ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു സ്പേസ് ഈ പടത്തിനകത്ത് ഒരുപാട് ഉണ്ടായിരുന്നു. അപ്പൊ എത്രത്തോളം ഭയങ്കര സന്തോഷം? സന്തോഷമുണ്ട് സത്യം പറഞ്ഞാൽ. ഈ ക്രൂവിനാണ് സത്യം പറഞ്ഞാൽ താങ്ക്സ് പറയാനുണ്ട്. എല്ലാവരും അടിപൊളിയായിരുന്നു, അതുകൊണ്ടാണ് ആ സിനിമ അത്ര നല്ല ആയത്. ബ്രോ എന്താണ് ഒരുപാട് കാലമായിട്ട് കാത്തിരുന്നൊരു മൊമെന്റാണ്. നമ്മൾ അഭിനയിച്ചൊരു പടം ഇറങ്ങുന്നു, എല്ലാവരുടെയും കൂടെ ഇരുന്ന് കാണാൻ പറ്റുന്നു. നമ്മൾ ഇത്രയും തുടക്കക്കാരെ വെച്ചൊരു പടം കാണാൻ ഇത്രയും പേര് വരുന്നത്, നിങ്ങൾ ഇത്രയും പേര് വന്നില്ലേ, അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം തോന്നുന്നു. എടുത്തു പറയേണ്ടത് വിൻചേട്ടൻ, സവിൻ സാർ, അതിൻ്റെ എൻ്റെ ക്രൂ, നമ്മളെപ്പോലെ പുതിയ ആൾക്കാരെ വിളിച്ച് നല്ല കുറേ സീനുകൾ എഴുതി ഒന്ന് പെർഫോം ചെയ്യുക എന്ന് പറഞ്ഞ് നമുക്ക് സീനുകൾ തരുന്നതാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റി. നമ്മളെല്ലാവരും കുഴപ്പമില്ലാണ്ട് ചെയ്തെന്ന് തോന്നുന്നു. എന്നാലും സന്തോഷം ബ്രോ, എല്ലാവർക്കും നിങ്ങൾക്കും താങ്ക് യു. അരുണും ശബരിയും ശബരി അരുൺ ഇവിടെ എന്നെ വിശ്വസിച്ച് ഇതിലേക്ക് വിളിച്ച സവിൻ ചേട്ടനും വിജയേട്ടനും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. കരഞ്ഞൊന്നുമില്ല, ഞങ്ങളെല്ലാം നല്ലൊരു അഭിനയിച്ചെന്നാണ് ഞങ്ങൾ വിശ്വാസം. ശബരി പ്രതീക്ഷിച്ചിരുന്നു ഇങ്ങനെ ഒരു എൻട്രി കിട്ടുമെന്ന്. മീൻസ് ഇങ്ങനത്തെ നല്ലൊരു എൻട്രി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല. അരുൺ ഞാൻ ഒരു ഇതുവരെ ചെയ്തിട്ടില്ലാത്തൊരു ക്യാരക്ടറാണ്. പടം കണ്ടപ്പോൾ മനസ്സിലാവും. വേറെ വളരെ സന്തോഷം അങ്ങനെ ഒരു ക്യാരക്ടർ തന്നെ കിട്ടിയതിൽ സാറിൻ്റെ അടുത്തും ഇതിൻ്റെ അടുത്തും ഭയങ്കര താങ്ക്ഫുള്ളാണ്. അത് പടം വർക്കായതിനും ഭയങ്കര സന്തോഷം. എനിക്ക് പടം ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അടിപൊളിയുണ്ട്. നമുക്ക് അടുത്ത വിനായകൻ നമ്മുടെ മ്യൂസിക് ഡയറക്ടറിന്റെ വിനായകൻ എന്താണ് ഈ സമയത്ത് പറയാറുള്ളത്? ഒത്തിരി സന്തോഷം. വിജിക്കുട്ടൻ ചേട്ടനോട്ടൊക്കെ അത്ര നല്ല സീൻസ് ഞങ്ങൾക്ക് കിട്ടിയിരുന്നു. അപ്പോൾ എത്രത്തോളം ആ ഒരു എക്സ്പീരിയൻസ് ഫീൽ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ചേട്ടാ ഇപ്പോൾ എന്നെക്കാളും ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. ചെയ്യാൻ പറ്റിയതൊക്കെ സന്തോഷമാണ്. താങ്കൾ എപ്പോഴും ഇങ്ങനെ പ്രതീക്ഷിച്ചിരുന്നല്ലേ ഇത്ര വീഡിയോ ചെയ്തു തുടങ്ങുന്ന സമയത്തൊക്കെ ഇത്ര ഇല്ല ഇങ്ങനെ ഒരു പടം വരും, ഞങ്ങൾക്ക് ഇത്ര എക്സ്പ്ലോർ ചെയ്യാനുള്ള ക്യാരക്ടേഴ്സ് കിട്ടും? അങ്ങനെ പ്രതീക്ഷയില്ലായിരുന്നു, പക്ഷെ കിട്ടി. പേരൻസ് ഒക്കെ വിളിച്ചിരുന്നു? എന്താണ് പറയുന്നത്? അവരുടെ പടം കിട്ടുന്നു എങ്ങനെയാ വരുന്നത്? ചെറുപ്പം തൊട്ടേ എങ്ങനെയുണ്ട്? അങ്ങനെ ശ്രദ്ധിച്ചില്ല, ഇടയ്ക്കിടയ്ക്കാണ് ഇപ്പൊ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ചെറുപ്പത്തെ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. പൊതുവെ മലയാളി നായികന്മാർക്ക് മാത്രം കാണുന്ന പ്രത്യേകതയാണ് ഇപ്പോൾ ഈ ഫേസിൽ ഭയങ്കര ക്യൂട്ട് എക്സ്പ്രഷൻ വരുന്നത്. പക്ഷെ ആദ്യമായിട്ട് ഒരു നായകന് ക്യൂട്ട് എക്സ്പ്രഷൻ ഇട്ടിട്ട് പുതുമ അത് ആശിറിനാണ് ഉള്ളത്. സന്തോഷം ബ്രോ, വേറെ ഒന്നും പറയാനില്ല. ഇല്ലില്ല, എല്ലാം നമുക്ക് എത്ര സന്തോഷം നിങ്ങൾ അത്ര വലിയ അഭിപ്രായങ്ങളൊക്കെ പറയാം. അത്തരത്തിലുള്ള സാധനങ്ങൾ പടത്തിൽ നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടോ? സിനിമയിലൂടെ അത് നിങ്ങൾ മനസ്സിലാക്കണമെന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന. ആയിട്ട് അത് സിനിമയുടെ അതിൻ്റെതായ ഒരു വ്യത്യാസം വരുമ്പോൾ ബ്രോ എന്താ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഭയങ്കരമായിട്ട് കരഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് കാരണം എന്താ? കരഞ്ഞല്ല ബ്രോ, അത് പൊടിയടിച്ച് വെള്ളം അതാണ് അതല്ല വിഷമം ഒന്ന് ബ്രോ. നമ്മൾ സന്തോഷമുള്ളൊരു സമയമല്ലേ നമ്മൾ സിനിമ ആനന്ദ കണ്ണീർ അതായിരുന്നു. ഈ വർഷം തുടങ്ങുമ്പോൾ ഈ പറയുന്ന സിനിമ തന്നെ ആയിരുന്നു ഒരു ഫൈനൽ ഒരു ലക്ഷ്യം അങ്ങനെ രീതിയിൽ നമ്മൾ അല്ലാതെ ചെയ്ത് തുടങ്ങിയ പിന്നെ ഇതിലേക്ക് എത്തണമെന്ന് ആഗ്രഹം കൊണ്ട് വന്നതാണ്. നിലവിലാണെങ്കിൽ ഒരു ലീഡ് റോളിലാണ് വന്നേക്കുന്നത്. അതെ, അപ്പോൾ അത് ഒരു പ്രിപ്പറേഷൻ വേണമല്ലോ. നമ്മൾ സൈഡ് റോളുകളൊക്കെ ചെയ്തിട്ടാണ് പൊതുവെ ആളുകളൊക്കെ ലീഡിലേക്ക് വരുന്നത്. അപ്പം അധികം സിനിമ ചെയ്യാതെ തന്നെ ലീഡിലേക്ക് വരുമ്പോൾ അതിൻ്റെതായ ഒരു പ്രിപ്പറേഷൻ അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യണം അങ്ങനത്തെ ഒരു രീതിയിൽ അതാണ് ബ്രോ. നല്ലൊരു ടീം ഉള്ളതുകൊണ്ട് നമുക്കത് നടന്നു ബ്രോ. ഒരു ടീം ഉള്ളതുകൊണ്ട് അവരാ സപ്പോർട്ടും കാര്യം. ഓക്കെ, നിങ്ങളുടെ ട്രെൻഡിങ് ഡയലോഗ്സ് കാര്യങ്ങളൊക്കെ സിനിമയിൽ ഭയങ്കരമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അതിന് ഭയങ്കര കയ്യടിയും കിട്ടിയിട്ടുണ്ട്. അതെങ്ങനെയാണ്? അതായത് നിങ്ങൾ സിനിമയ്ക്ക് വേണ്ടിയിട്ടല്ലാതെ ഓഡിയൻസിനെ ചിരിപ്പിച്ച ഡയലോഗ് ഒരു തിയേറ്ററിൽ കേൾക്കുമ്പോൾ അതിന്റെ വ്യത്യാസം വേറെയാണ്. അത് വ്യത്യാസം വേറെ. സന്തോഷമാണ് ബ്രോ. എല്ലാം അതിന് പറയാനുള്ള ഉത്തരവാണ് ചോദിക്കുന്നത്. അതാണ് അങ്ങനെ ആയിപ്പോണ ചോദ്യം. ബ്രോ, അതും പ്രൊഡക്ഷനാണ് തീരുമാനം, നമുക്ക് അറിയില്ല. അവർ തീരുമാനിക്കുകയാണെങ്കിൽ ചിലപ്പോൾ എന്തായാലും എല്ലാവരും അറിയിക്കും. നിലവിൽ നിങ്ങൾക്ക് വേറെ സിനിമകളൊക്കെ വന്നിട്ടുണ്ട്? ഇത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബ്രോ. ചർച്ചയൊക്കെ നടക്കും. എന്താ ബ്രോ? ഓക്കെ ആയിട്ടുള്ള ഏതെങ്കിലും പ്രൊജക്ട് നിലവിലുണ്ടോ? ഇല്ല ബ്രോ, ഇല്ല. നിലവിൽ വീഡിയോസ് കണ്ടിന്യൂ ആയിട്ട് വരും, റീൽസ് കാര്യങ്ങൾ. ഓക്കെ, അത് വരും ബ്രോ. ഓക്കെ, ബൈ. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അതെ, പിന്നെ നമ്മളങ്ങനെ വലുതായിട്ട് അറിയില്ലായിരുന്നല്ലോ, അപ്പോൾ ചെയ്തപ്പോൾ എല്ലാം അടിപൊളിയായിരുന്നു. ഭയങ്കര രസമായിരുന്നു, എക്സൈറ്റ്മെന്റ് ആയിരുന്നു. പുതിയ കാര്യങ്ങൾ, പുതിയ അറിവുകളൊക്കെ കിട്ടി പടത്തെ. അതേപോലെ സിനിമയിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ പഠിച്ചിട്ട് അത് കണ്ടന്റ് ക്രിയേഷനിൽ ചെയ്യണമെന്ന്? ഇല്ല ബ്രോ, അങ്ങനെയൊന്നുമില്ല. റീൽസ് ഒരു വേറെ മെയിൻ അല്ല, നമുക്ക് സിനിമയ്ക്ക് അത് ഒരിക്കലും കൊണ്ടുവരാൻ പറ്റത്തില്ല.
എന്തായാലും ഗൈസ് നിങ്ങൾ പടം എല്ലാവരും കണ്ടില്ലേ എങ്ങനെയുണ്ട് നിങ്ങളെ അഭിപ്രായം പറ ഞാൻ അങ്ങോട്ട് നോക്കി നിങ്ങൾ പറ ഞങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നതിന് അർത്ഥം ഇഷ്ടപ്പെട്ടുകൊണ്ടല്ലേ താങ്ക് യു കാര്യം അതെ നിങ്ങളെ മുഖത്തതുണ്ട് നല്ല നല്ല ചോദ്യങ്ങൾ താങ്ക് യു ഗൈസ് ഒന്ന് ഓക്കെ താങ്ക് യു ഇവരുടെ കാണാം ഈ അലന്നെ തേടിയിട്ട് ഫോറം മാളിൽ ഒരു കുട്ടി വന്ന വീഡിയോ അത് ഭയങ്കരമായിട്ട് ഓ അത് ഭയങ്കര സന്തോഷമായി ഭയങ്കര ഹാപ്പി ആയിരുന്നു പെട്ടെന്ന് കെട്ടിപ്പിടിക്കുന്നു വിചാരിച്ചു നേരം അലന്റെ അത് എൻ്റെ അടുത്തോട്ടാണ് അത് നല്ല സന്തോഷമാണ് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമല്ലേ റീൽസ് ഓക്കെ അല്ലേ ഗൈസ് ഓക്കെ താങ്ക്സ് ഒന്ന് അവിടെ ഒന്ന് എടുക്കടാ